നിങ്ങൾ ഫോൺ സ്ക്രോൾ ചെയ്യുന്നതിനിടയിൽ മറ്റെല്ലാവരും നിങ്ങളെക്കാൾ നല്ല ജീവിതം നയിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. സുഹൃത്തുക്കൾ യാത്ര ചെയ്യുന്നു, സഹപ്രവർത്തകർ നേട്ടങ്ങൾ കൈവരിക്കുന്നു, ഇൻഫ്ലുവൻസർമാർ വിജയങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അതിനിടയിൽ നിങ്ങൾ ചിന്തിക്കുന്നു, എനിക്ക് എന്തെങ്കിലും നഷ്ടമാകുന്നുണ്ടോ? ആ അനുഭവത്തിന് ഒരു പേരുണ്ട്, ഫോമോ, ദ ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. നമ്മുടെ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളിൽ ഒന്നാണ് ഫോമോ. പക്ഷേ സത്യം എന്തെന്നാൽ ഫോമോ ഒരു പുതിയ വികാരമോ കാര്യമോ അല്ല. പണ്ട് മുതലേ ഈ വികാരം നമ്മളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ശക്തമായി പ്രകടമാകുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. പുരാതന കാലത്ത് ആളുകൾ അവരുടെ ഗ്രാമത്തിൽ, അവരുടെ ഗോത്രത്തിൽ, അവരുടെ സമൂഹങ്ങളിൽ അവസരങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടിരുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ആ ഭയത്തെ നമ്മുടെ ഒരു സ്ഥിര സഹചാരിയായി മാറ്റിയിരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ ഫോമോയെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചെയ്യുക. ഉള്ളടക്കം ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക. ഇനി നമുക്ക് ഫോമോ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഫോമോ വെറും അസൂയയല്ല, ഇത് ഒരു മനഃശാസ്ത്ര ട്രിഗറാണ്. സന്തോഷം, വിജയം, നിറവ് ഇതെല്ലാം മറ്റെല്ലാവർക്കും സംഭവിക്കുന്നുവെന്നും നമ്മൾ ഒഴിവാക്കപ്പെട്ടു പോയി എന്ന ഒരു വിശ്വാസം നമ്മളിൽ സൃഷ്ടിക്കുകയും ചെയ്യും. ഇത് നമ്മളിൽ ഫോൺ വീണ്ടും വീണ്ടും പരിശോധിക്കുവാനുള്ള പ്രവണത, സോഷ്യൽ മീഡിയ ഫീഡ് എപ്പോഴും റിഫ്രഷ് ചെയ്യുവാനുള്ള ഒരു പ്രവണത എന്നിവ കൂട്ടും. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിരിക്കാൻ വേണ്ടി നമ്മൾ പലപ്പോഴും ചെയ്യാൻ താല്പര്യമില്ലാത്ത കാര്യങ്ങളോട് പോലും യെസ് പറയുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കും. ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ലാത്ത ഒരു പരിപാടിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ഔട്ടാകും എന്ന് പേടിച്ചിട്ട് പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ആവശ്യമില്ലാത്തൊരു വസ്തു എല്ലാവർക്കും ഉണ്ടല്ലോ എന്ന കാര്യത്താൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ഫോമോ. ഇനി നമുക്ക് ഫോമോയുടെ മറഞ്ഞിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഫോമോയുടെ അപകടം വളരെ സൂക്ഷ്മമാണ്. അത് നമ്മുടെ സമയനഷ്ടം മാത്രമല്ല, അത് നമ്മളുടെ ഊർജം ക്ഷയിപ്പിക്കുന്നു. നമ്മളുടെ ബിഹൈൻഡ് ദ സീൻസ് ആക്ടിവിറ്റികളെ മറ്റൊരാളുടെ ഹൈലൈറ്റ് റീലിനോട് താരതമ്യം ചെയ്യുവാനായിട്ട് നമ്മളെ നിർബന്ധിതരാക്കുന്നു. ഇത് ആകുലത വളർത്തുന്നു, ഉത്കണ്ഠ വളർത്തുന്നു, നമ്മളുടെ ആത്മവിശ്വാസം കുറയ്ക്കുന്നു, നമ്മളെ സ്വന്തം വഴിയിൽ നിന്ന് തെറ്റിക്കുന്നു. ഒരു ഓട്ടത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ലൈനിൽ ശ്രദ്ധിക്കുന്നതിന് പകരം മറ്റുള്ളവരുടെ ലൈനിലേക്ക് നിരന്തരം നോക്കിയാൽ എന്ത് സംഭവിക്കും? നമ്മൾ ഇടറിപ്പോകും, നമ്മളുടെ വേഗത കുറയും, നമ്മളുടെ ശ്രദ്ധ നഷ്ടപ്പെടും. അതാണ് ഫോമോ ചെയ്യുന്നത്. നമ്മളുടെ സ്വന്തം ഫിനിഷ് ലൈനിൽ നിന്ന് ശ്രദ്ധ മാറ്റുന്നു. ചുരുക്കത്തിൽ നമ്മളെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് തന്നെ അകറ്റുന്നു. ഏറ്റവും വിചിത്രമായ വശം ഇതാണ്, നഷ്ടപ്പെടുമോ എന്ന വിചാരത്താൽ നമ്മൾ സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫോമോയെക്കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ഫോമോ എന്ന പ്രവണത നമ്മളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? ഉണ്ട്. ഫോമോയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പല മാർഗങ്ങളുമുണ്ട്. അതിൽ ഒന്നാണ് ജോമോ, ദ ജോയ് ഓഫ് മിസ്സിംഗ് ഔട്ട്. ജോമോ എന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഞാൻ എല്ലായിടത്തും ഉണ്ടാകേണ്ടതില്ല, ഞാൻ എല്ലാം ചെയ്യേണ്ടതില്ല, എനിക്ക് പ്രധാനപ്പെട്ടതിനെ ഞാൻ തിരഞ്ഞെടുക്കും, ഞാൻ ചെയ്യും. ജോമോ സ്വീകരിക്കുമ്പോൾ നമ്മൾ എല്ലാ അവസരങ്ങളും പിന്തുടർന്ന് നിർത്തി സ്വന്തമായിട്ട് സൃഷ്ടിക്കുവാനായിട്ട് തുടങ്ങുന്നു. നമ്മൾ താരതമ്യം ചെയ്യുന്നത് നിർത്തി നമ്മളുടെ ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷിക്കുവാനായിട്ട് തുടങ്ങും. നമ്മൾ നിരന്തരം സ്ക്രോൾ ചെയ്യുന്നത് നിർത്തി ഉദ്ദേശത്തോടെ ജീവിക്കുവാനായി തുടങ്ങുന്നു. ഓർക്കുക, ഫോമോയ്ക്ക് നോ എന്ന് പറയുന്ന ഓരോ തവണയും നമ്മൾ ശാന്തിക്കും ശ്രദ്ധയ്ക്കും വളർച്ചയ്ക്കും യെസ് പറയുകയാണ്. ഫോമോയിൽ നിന്ന് ജോമോയിലേക്ക് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള 3 പ്രായോഗികമായ മനോഭാവ മാറ്റങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ മനോഭാവ മാറ്റം താരതമ്യം ചെയ്യുന്നതിൽ നിന്ന് സൃഷ്ടിയിലേക്ക് മാറുക എന്നുള്ളതാണ്. എനിക്ക് എന്താണ് നഷ്ടപ്പെടുന്നത് എന്നതിന് പകരം എനിക്ക് എന്താണ് നിർമ്മിക്കാനായിട്ട് കഴിയുക എന്ന് നമ്മളോട് തന്നെ ചോദിക്കുക. താരതമ്യത്തിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും നമ്മളുടെ സ്വന്തം കഥ സൃഷ്ടിക്കുന്നതിനുള്ള സമയം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. രണ്ടാമതായിട്ടുള്ള മനോഭാവ മാറ്റം തിരക്കുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത പ്രവർത്തികളിലേക്ക് മാറുക എന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം നമ്മൾ ഒരു പ്രവർത്തിക്കായി യെസ് എന്ന് പറയുന്നതിന് മുമ്പ് ഒരു നിമിഷം ചിന്തിക്കുക, ഇത് എൻ്റെ മൂല്യങ്ങളോട് പൊരുത്തപ്പെടുന്നവയാണോ?
ഇത് എനിക്ക് സന്തോഷം നൽകുന്നുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ആ പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കാനായിട്ട് ശ്രമിക്കുക. മൂന്നാമത്തെ മനോഭാവ മാറ്റം ക്ഷാമത്തിൽ നിന്ന് സമൃദ്ധിയിലേക്ക് ചിന്തിക്കുന്നതിലോട് മാറുക എന്നുള്ളതാണ്. ഫോമോ ക്ഷാമത്തിൽ വളരുന്നു. അവസരങ്ങൾ പരിമിതമാണെന്ന വിശ്വാസം നമ്മളിൽ വളർത്തുന്നു. പക്ഷേ ജീവിതം ശരിക്കും സമൃദ്ധമാണ്. കൂടുതൽ അവസരങ്ങളും കൂടുതൽ ബന്ധങ്ങളും കൂടുതൽ അനുഭവങ്ങളും എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടാകും. എല്ലാം ഒരേ സമയത്ത് പിടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് പ്രധാനപ്പെട്ടവ മാത്രം തിരഞ്ഞെടുക്കുക. അവസാനമായി, നിങ്ങളുടെ മൂല്യം നിങ്ങൾ എത്ര പരിപാടികളിൽ പങ്കെടുത്തു, എത്ര ലൈക്കുകൾ നേടി, എത്ര നേട്ടങ്ങൾ നേടി എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, നിങ്ങൾ എത്രത്തോളം യഥാർത്ഥമായി ജീവിക്കുന്നു എന്നതിലാണ്. അടുത്ത തവണ ഫോമോ നിങ്ങളുടെ തലയിൽ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുവാൻ നിർബന്ധിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കുക, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ചിന്തിക്കുന്നതും ജീവിക്കുന്നതും എന്ന് തിരിച്ചറിയുക. ജീവിതം കീപ്പിംഗ് അപ്പ് ചെയ്യുന്നതല്ല, അത് ഷോയിങ് അപ്പ് ചെയ്യുന്നതാണ്. പൂർണ്ണമായി ഉദ്ദേശത്തോടെ, സന്തോഷത്തോടെ. നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടേണ്ട. തിരഞ്ഞെടുക്കുന്നതിനെ ആഘോഷിക്കുക. കാരണം നമ്മൾ എല്ലാം പിന്തുടർന്ന് നിർത്തുമ്പോൾ നമുക്ക് സ്വന്തമായ അസാധാരണമായ നമ്മുടെ തന്നെ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ലഭിക്കും.